ശ്യാമിന് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലെറ്റ് ഗോ എന്ന് കേട്ടതെന്ന്? ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഐ തിങ്ക് ഐ ഹാവ് പ്രാക്ടീസ്ഡ് ഇറ്റ്. ഞാൻ ഡെലിബറേറ്റ്ലി അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇപ്പം ഇങ്ങനെ പറയാം, ഐ ബീൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ലെറ്റ് ഗോ മെയിൻലി ഒരു ക്ലിയർ ദ നോയ്സ് ആൻഡ് ഫൈൻഡ് യുവർ വോയിസ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ ഒന്ന് പറയുന്നു, നമ്മളതിനെ തിരിച്ചു പറയുന്നു. നമ്മൾ നമ്മളൊരു ദിവസം എത്രയാണ് നമ്മളോട് തന്നെ നമ്മളറിയാണ്ട് നമ്മുടെ ചിന്തകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണോ നമ്മുടെ തോട്ട്സിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല നമ്മുടെ ചിന്തകളോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില് ലെറ്റ് ഗോയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റാണ് യു ആർ നോട്ട് യുവർ തോട്ട്സ്. നീ എന്ന് പറയണത് അല്ലെങ്കിൽ ഞാനെന്ന് പറയണത് ലിജിൻ എന്ന് പറയണത് ലിജിന്റെ തോട്ടല്ല. നമ്മൾ അതിനെ മാറ്റി നിർത്താൻ പഠിക്കണം. നമ്മുടെ തോട്ടാണ്. അതിനെ ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ തലയിൽ കയറിക്കും, ചിലപ്പോൾ ഒരു ദിവസം പോകും. പക്ഷെ ആ നെഗറ്റീവ് തോട്ടിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കുക എന്ന് പറയില്ലേ. അതിന് മാച്ച് കളയാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമുക്കത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു മൈൻഡ് സെറ്റിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ലെറ്റ് ഗോ എന്ന് പറഞ്ഞത്.